കറക്റ്റ്. ഇപ്പോഴാണ് മാഡം യഥാർത്ഥ പോയിന്റിലേക്ക് വന്നത്. സാറിനെ പോലൊരാളെ മനസ്സിലാക്കി ജീവിക്കാൻ അവളെപ്പോലൊരു കുട്ടിക്ക് കഴിയുമെന്ന് രാജാറാം സാർ കരുതുന്നുണ്ടോ? അറിയില്ല സാന്ദ്ര മാഡം. ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം എനിക്കത്ര വശമായിട്ടില്ല ഇതുവരെ. എന്നാ ഒരു സ്ത്രീയായ ഞാൻ പറയാം, അവൾക്കതിന് കഴിയില്ല ഒരിക്കലും. അവരുടെ പ്രേമം എന്ന് പറയുന്നത് വെറൊരു ഷുഗർ കോട്ടിംഗ് പോലെയാ. പുറമെ മാത്രമേ മധുരം കാണൂ, അകം കയ്പാണ്. ആകാശത്തിൽ പറക്കുന്ന പ്രേമത്തിന് ഒരിക്കൽ താഴെ ലാൻഡ് ചെയ്തല്ലേ പറ്റൂ രാജാറാം സാർ. അതാണ് പ്രകൃതി നിയമം. സാർ ഇനി എന്നെ എത്ര സെൽഫിഷ് ആണെന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാൻ രാജാറാം സാർ, ഇവരുടെ പ്രണയത്തിൽ നിന്നും നമ്മുടെ രവിവർമ്മൻ സാറിന് നഷ്ടമേ സംഭവിക്കും. അവളിൽ നിന്നും അകലാതെ നമ്മുടെ സാറിന് രക്ഷപ്പെടാൻ പറ്റില്ല. രവിവർമ്മൻ സാർ നശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശ്രീലക്ഷ്മി ഒരാൾ കൊണ്ട് മാത്രമായിരിക്കും. ശ്രീലക്ഷ്മി ഒരാൾ കൊണ്ട് മാത്രം. കൃഷ്ണ എന്തോ നടി നീ ഇവനും കൂടി ഈ കുത്തി കുത്തി നിൽക്കുന്ന. രാവിലെ ഉറക്കം എണീക്കുന്നത് മുതൽ പാതിരാത്രി കിടന്നുറങ്ങുന്നത് വരെ ഇത് തന്നെ പരിപാടി. ഡേ നീ അങ്ങോട്ട് നോക്ക്. നിന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് നടക്കുമല്ലോ, അവളെ കണ്ടോ? രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഐശ്വര്യത്തോടെ നാഗങ്ങളുടെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നത്. ഇനി വീട്ടിൽ ചെന്ന് അടുക്കളയിൽ കയറി സരോജൻ ചേച്ചിയെ സഹായിക്കും. നീയാണെങ്കിലോ കറിയിൽ ഒരു അല്പം ഉപ്പിടാൻ പറഞ്ഞാൽ പോലും ഇടില്ല. ഒന്നുകിൽ കുറ്റി അടിച്ച പോലെ ഒരു നില അങ്ങ് നിൽക്കും, അല്ലെങ്കിൽ ഈ സാധനം എടുത്ത് തോണ്ടലോട് തോണ്ടല് തന്നെ. ആന്റി കൃഷ്ണനെ വഴക്ക് പറയണ്ട. ഇനി മുതൽ കറക്കി ഉപ്പിടാൻ നേരത്തെ എന്നെ വിളിച്ചാ മതി, ഞാൻ വന്നിട്ടോളാം. ആ ബസ്റ്റ്. എന്നാ പിന്നെ അതെടുത്ത് ഓടയിൽ കളഞ്ഞാ മതി. നീ ഇവളുടെ കൂടെ ചേർന്ന് വഷളായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണ വാടി വാ. രാവിലെ ഞങ്ങളെ വഴക്ക് കേൾപ്പിച്ചാലേ നിനക്ക് സമാധാനാവുള്ളല്ലേ? ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? അതെ, പാപ്പയാന്റി കൃഷ്ണനെ വഴക്ക് പറഞ്ഞു ശ്രീലക്ഷ്മിയെ കണ്ടു പഠിക്കാൻ. ശ്രീ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നാഗര മുന്നിൽ വിളക്ക് കത്തിക്കുന്ന കണ്ടില്ലെന്ന് ചോദിച്ചു. അത് കേട്ട് കൃഷ്ണ അങ്ങനെ ഇൻസൾട്ടായിട്ട് നിൽക്കുക. ഓ അത് ശരി. അപ്പൊ രാവിലെ കുളിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അയ്യോ, അതൊന്നും ഒരു തെറ്റല്ലേ. ഗുഡ് മോർണിംഗ് സർ. സാൻഡ്ര, താൻ ലേറ്റ് ആയോ? ഇല്ല സർ,
സാർ ഇന്ന് നേരത്തെ വന്നതാ. ഓ ഐ സീ. ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. ഐ സോറി. ഇറ്റ്സ് ഓക്കെ. ബൈ ദ വൈ, സാർ ആർക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആ ആളിതുവരെ വന്നിട്ടില്ല അല്ലേ സാർ? കറക്റ്റ്. താൻ മനസ്സിലായി കളഞ്ഞല്ലോ. ഗംഭീരം. എനിവേ, അപ്പൊ ജോലി തുടങ്ങിയല്ലേ? സ്വന്തം ടേബിൾ? യെസ് സാർ. പിന്നെ സാർ, ചില കോൺട്രാക്ട് പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. സാർ ഫ്രീ ആണെങ്കിൽ ആ പേപ്പേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, എന്റെ ടേബിൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഐ എം ലീവിംഗ് നൗ. ഇത്രയും വർഷം സാറിന്റെ സമയം ഞാനാണ് ഫിക്സ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ ഫിക്സ് ചെയ്ത സമയത്തിനൊന്നും ഒരു വിലയില്ലാതായി അല്ലേ സാർ? ആ സാരമില്ല, ഇതൊക്കെ കുറച്ചുനാൾ മാത്രമേ കാണൂ. പിന്നെ വീണ്ടും പഴയതുപോലെ ആവും. ആയേ പറ്റൂ. ഇത് സാൻഡ്രയുടെ പ്രഡിക്ഷനാ, തെറ്റാത്ത പ്രഡിക്ഷൻ. ഹോസ്പിറ്റൽ ബില്ലിന്റെ പൈസ രവി സാറിന് തിരികെ കൊടുക്കണമെന്ന് അച്ഛൻ വാശി പിടിക്കുന്നു. പക്ഷെ ഇക്കാര്യം രവി സാറിനോട് എങ്ങനെ പറയും ഞാൻ? 2 രൂപയിൽ തുടങ്ങിയ ബന്ധം ഒടുവിൽ പണത്തിന്റെ പേരിൽ തന്നെ വിഷമത്തിന് കാരണമായാൽ? ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവളിത് ആരോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ശ്രീരച്ച, ഒന്നെങ്കിൽ വന്നേ പറയട്ടെ. എന്താടി? ഇങ്ങോട്ട് വരേ. അച്ഛൻ പറയുന്നതിൽ ഒരു ശരിയുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ രവിവർമ്മൻ സാർ ചെയ്ത ഔദാര്യമല്ല. ഓഫീസ് സ്റ്റാഫിൽ ആരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലും സാർ ഇത് തന്നെയല്ലേ ചെയ്യൂ? വാ, ഒരു കാര്യം കാണിച്ചു തരാം. വാ. എന്താ കാര്യമെന്ന് പറ. വരാനിങ്ങോട്ട് വാ. ആ അച്ഛാ, അമ്മേ, ഞാൻ അപ്പുറത്തെ ദേവുവിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവൾക്ക് പരീക്ഷാ ഫീസ് ഓൺലൈനിൽ അടയ്ക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ശരി. നിനക്ക് എന്തിന്റെ അസുഖടി? അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടണ്ട. അവൾ ഇത്രയും സമയം കണ്ണാടിയുടെ മുമ്പിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാ അത്. ഓ, അതിലെന്തിരിക്കുന്നു? ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും ഒറ്റയ്ക്ക് സംസാരിക്കുകയും പാടുകയൊക്കെ ചെയ്യും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം. നിന്റെ മുഖവര കേൾക്കുമ്പോഴേ അറിയാം ദേഷ്യപ്പെടാനുള്ള എന്തെങ്കിലും ആയിരിക്കും. ആ, നീ പറ. ഹലോ ശ്രീലക്ഷ്മി, താൻ ഈ കാണിക്കുന്നത് ഭയങ്കര ബോറത്തരവാ, മനസ്സിലായോ? ഇൻഫാക്ട് ഞാൻ തന്നെ ഒരു ജോലി ഏൽപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അതിനെ മുതലെടുത്ത് കൂടുതൽ അടുപ്പം കാണിക്കാൻ നോക്കരുത്. എന്റെ ഹംബിൾ റിക്വസ്റ്റ്.
ഞാൻ തന്നെ ഏൽപ്പിച്ച ജോലി മാത്രം താൻ ചെയ്താൽ മതി. അതിനപ്പുറം തന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. യു ഗോട്ട് ഇറ്റ്? മോഡേൺ ലോയ്ക്ക് പറഞ്ഞ് തനിക്ക് നമ്മുടെ വീട്ടിൽ നല്ല പേരാണിപ്പോ. ദയവ് ചെയ്ത് അത് താനായിട്ട് തന്നെ നശിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് വൺ മോർ തിങ്, ഏതെങ്കിലും ഡൂക്ലി ചോക്ലേറ്റ് കൊണ്ടുവന്ന് മേലാൽ എന്റെ ഹസ്ബൻഡിന് കൊടുത്തു പോകരുത് താൻ. ഹിസ് സ്കിൻ ഇസ് വെരി സെൻസിറ്റീവ്. ചോക്ലേറ്റ് എന്നല്ല, തന്റെ അമ്മ ഉണ്ടാക്കുന്ന ഉണക്ക മുറുക്കായാലും അച്ചപ്പമായാലും പക്കവടയായാലും ശരി, ഒന്നും കൊടുക്കണ്ട പ്ലീസ്. ഇത്തരം ചീപ്പ് സാധനങ്ങളൊന്നും തിന്ന് ഞങ്ങൾക്ക് ശീലമില്ല, അതുകൊണ്ടാ. ഇപ്പതാ താൻ കൊടുത്ത ആ വൃത്തികെട്ട ചോക്ലേറ്റ് കഴിച്ച് രഘുവിന് സ്കിൻ റാഷസ് വന്നു. തൊലി ചൊറിഞ്ഞ് തടിച്ച് തിണിർത്ത് കിടക്ക്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ശ്രീലക്ഷ്മി. ഇതുപോലത്തെ സോപ്പിടിയിലൊന്നും ഇവിടെ ഉള്ളവരോട് വേണ്ട. താൻ ഇനി നമ്മളെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കരുത് പ്ലീസ്. ആരടി സംസാരിക്കുന്നേ? കൊറേ നേരമായാലോ വളവളാൻ തുടങ്ങിയിട്ട്. എന്താ നിന്റെ പേര്? എന്താ നിന്റെ ഉദ്ദേശം? ആദ്യം അത് പറ. നിനക്കെന്താ ഇപ്പൊ മറുപടി ഒന്നും പറയാനില്ലേ? വായിലെന്താ പഴം പുഴുങ്ങി വെച്ചിരിക്കാണോ? എന്താ മിണ്ടാത്ത നീ? ദേ നോക്ക്, നീ ഏത് കോത്താഴത്തെ മഹാറാണിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ മോളെ പറ്റി അനാവശ്യം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ വീട് അന്വേഷിച്ചു വന്ന് ചെവിക്കല്ല് നോക്കി 2 കല്ല് തരുന്നു. അല്ല, എന്റെ മോള് നിന്നെ പോലത്തെ അലവിലാദികളായിട്ട് എങ്ങനെ കൂട്ടുകൂടിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഹാ, അത് നിന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമല്ലേ? വേണ്ട, ഞാൻ അവളോട് തന്നെ ചോദിച്ചോളാം. നീ ഏത് സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണ മുതലാണെന്ന്. അതുവരെ നീ ഫോൺ വെച്ചേക്ക്, അല്ലെങ്കിൽ എന്റെ നാവിന്റെ കെട്ടഴിപ്പിക്കണ്ട. എന്തോ നടി ഈ പൂരവും വെടിക്കെട്ടൊക്കെ? വിളിച്ചത് ഡ്രൈവറല്ലായിരുന്നോ? ഏയ്, ഏതോ ഒരു തലതിരിഞ്ഞ് പെമ്പറന്നോത്തി ഇംഗ്ലീഷും മലയാളം കൊഴിച്ച എന്റെ വായി തിരി തന്നോണ്ടിരിക്ക. ഈ സരോജ് ആരാന്ന് അറിയില്ല അവക്കൊന്നും. അമ്മ, ആരാ ഫോണിൽ വിളിച്ചേ? വിളിച്ച നിന്റെ നീ ഏതവളുടെ ഭർത്താവിനടി ചോക്ലേറ്റ് കൊടുത്തത്? ഏതവളായാലും ശരി, ഇനി മേല ഞാനുണ്ടാക്കുന്ന മുറുക്കോ അച്ചപ്പോ ഉപ്പ് നോക്കാൻ പോലും ഇനി അവ കൊടുത്തു പോരുത്. അവളുടെ ഭർത്താവിന്റെ തൊലി മൊത്തം ഇളകിപ്പോയി തടിച്ച് തിണർത്ത് കിടക്കാണെന്ന്. അല്ല, അവള് നിന്നെ എന്തോ ജോലി ഏൽപ്പിച്ചോന്ന് പറഞ്ഞല്ലോ. എന്ത് ജോലി? എന്തിനാ നീ അത് കേൾക്കാൻ പോകുന്നത്? അമ്മേ, ആ ഫോണിങ്ങി തന്നെ നോക്കട്ടെ. അയ്യോ, ഇത് രേഖ മാഡം ആണല്ലോ. എന്റെ അമ്മ, ഇത് രവിവർമ്മൻ സാറിന്റെ അനിയന്റെ ഭാര്യയാ, രേഖ മാഡം. ഓ, അത് ശരി. അപ്പൊ രവിവർമ്മൻ സാറിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഒരു മൂശേട്ടാ. ഓ, എന്നെ കാറടിച്ച കുട്ടിയാണല്ലേ? എന്റെ ദൈവമേ, അവളായിരുന്ന ഈ സാധനം. സ്ത്രീയുടെ ചെന്ന നേരത്തെ പറയാത്തെ. 10 പൈസയുടെ ചോക്ലേറ്റിനെ അവളൊരു കഥാപ്രസംഗം നടത്തിയെന്ന് എന്റെ അടുത്ത്. മര്യാദക്ക് റോഡ് നടന്നുപോയ നമ്മുടെ അച്ഛനെ കാറടിച്ച് വീഴ്ത്തിയിട്ടാ അവളുടെ ഈ പ്രസംഗം മുഴുവൻ. നീ ഒന്നും തിരിച്ചു വിളിച്ചേ, പെട്ടെന്നാവട്ടെ. എനിക്ക് അവളോട് 4 വാക്ക് സംസാരിക്കണം ഇപ്പൊ തന്നെ. സരോജ്, നീ വെറുതെ ഇരിക്കേ. നമ്മൾ അമ്പലത്തിൽ പോവാൻ നിൽക്കുക, അതിനിടയിൽ ഒരു ലഹള വേണ്ട. അച്ഛൻ വെറുതെ ഇരിക്കച്ച അവിടെ. അവളെ ഞാൻ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കും, നോക്കിക്കോ. സാർ, അത് താൻ വേറൊന്നും പറയണ്ട. കം ടു ദ ഓഫീസ്, ഇറ്റ്സ് മൈ ഓർഡർ. ശരി സാർ, വരാം. അച്ഛാ, അമ്മേ, എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോണം. ഗവൺമെന്റ് സാർ ചെല്ലാൻ പറഞ്ഞു, എന്തോ അർജന്റ് കാര്യാന്ന്. ശരി മോളെ, പോയിട്ട് വാ, സൂക്ഷിച്ചു പോണം. ശരി അച്ഛാ. അമ്മേ, ബൈ.
സരോജം, ഞാൻ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. സേവിങ്സ് അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ട്. നമുക്ക് ഈ രവിവർമ്മന്റെ ആശുപത്രി കാശ് തിരികെ കൊടുത്തേ പറ്റൂ. അല്ല ശ്രീടച്ച, അവളിപ്പോ ഓഫീസിൽ പോയി. അവിടെ എന്താവും നോക്കിട്ട് കൊടുത്താ പോരെ? എന്തിനാ ഇപ്പൊ ഇത്ര ധൃതി കാണിക്കുന്നേ? ധൃതിയുണ്ട്. കടം അപകടമാണെന്നാണ് ചൊല്ല്. അത് ഉടൻ വീട്ടണം. ഞാൻ പോയിട്ട് വരാം. ഈ സ്ഥലമാണല്ലോ ലൊക്കേഷനായി അയച്ചത്. ഇവിടെ ആരെയും കാണുന്നുമില്ല. ഗുഡ് മോർണിംഗ് സർ. ഞാനൊന്ന് വിരണ്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. ആര് പറഞ്ഞു ആരുമില്ലെന്ന്? ത്രിവിക്രമം വന്ന സുരക്ഷിതമായി സ്വീകരിക്കണമെന്ന് 2-3 വരെ ഏർപ്പാടാക്കിയിരുന്നാണല്ലോ. ബോയ്സ്, തന്നെ ഒരു ദിവസം കാണാതിരുന്ന എനിക്ക് ഇങ്ങനെയൊക്കെ പ്രാന്താവുമെന്ന് ഞാൻ പോലും കരുതിയിരുന്നില്ല സുലക്ഷ്മി. എനിഹാവ്, താൻ അച്ഛനോടും അമ്മയോടും കൂടെ അമ്പലത്തിൽ പോയത് നന്നായി. മകൾക്ക് എപ്പോഴും ഓഫീസിനെ കുറിച്ചുള്ള ചിന്ത എന്നുള്ള അവരുടെ പരാതി മാറി കിട്ടുമല്ലോ. അല്ല, എല്ലാവരും ഹാപ്പി ആയില്ലേ പോയിട്ട്? ആയി സർ, എല്ലാവർക്കും സന്തോഷായി. മാത്രല്ല, അമ്പലത്തിൽ വെച്ച് ഇന്ന് അച്ഛനാ അമ്മയ്ക്ക് ചന്ദനം ഇട്ട് കൊടുത്തത്. അത് കണ്ടപ്പോ
എനിക്ക് സാറിന് ഓർമ്മ വന്നു. ഓ സത്യം. ആഹാ. എന്നാ ഞാനായിട്ട് അത് കുറയ്ക്കുന്നില്ല. പിടിച്ച് തനിക്ക് ഒരു 2ാം കുറി എന്റെ വക. എങ്ങനെയുണ്ട്? സ്റ്റൈലായിട്ടുള്ള നോക്കിയേ. മദറിൻലോ, 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 ആരുമില്ലേ ഈ വീട്ടില്? ഗോപി, എന്താ കുഞ്ഞേ? സമാധാനമായി. ഒരാളെനൊക്കെ ഉണ്ടല്ലോ. ഞാൻ കരുതി ഇന്നിവിടെ ഹർത്താലായിരിക്കും. എവിടെ മദറിൻലോ? എനിക്ക് ഇപ്പൊ കാണണം ആളിനെ. അമ്മ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ക്ഷീണം കാരണം അല്പം കിടക്കണമെന്ന് പറഞ്ഞ മുറിയിലേക്ക് പോയി. ഓ അത് ശരി. വിശ്രമിക്കട്ടെ, എല്ലാവരും വിശ്രമിക്കട്ടെ. ഇവിടെ രഘുവിന് എന്തെങ്കിലും പറ്റിയാ ആരുമില്ലല്ലോ ഇവിടെ ചോദിക്കാൻ. രേഖക്കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? ഈ ചോക്ലേറ്റ് കഴിച്ച രഘുവിന് സ്കിൻ പ്രോബ്ലം വന്നത് ബാലമ്മ അറിഞ്ഞല്ലോ. ഞാൻ ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ. കമ്പനിക്കെതിരെ മാത്രമല്ല, ഇത് രഘുവിന് കൊടുത്ത് ആ ശ്രീലക്ഷ്മിക്കും വീട്ടുകാർക്കും എതിരെ ഞാൻ കേസ് കൊടുക്കും. ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. സ്റ്റുപ്പിഡ്സ്. കുഞ്ഞേ, ആ ചോക്ലേറ്റ് ഒന്ന് തരൂ, ഞാൻ നോക്കട്ടെ. ഓ, ഇതാണോ ആ സാധനം? ഇത് കുഴപ്പമുള്ള ചോക്ലേറ്റ് അല്ല കുഞ്ഞെ. കുട്ടിക്കാലത്ത് രഘുക്കുഞ്ഞ് ഇത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളതാ. കുഞ്ഞിനിത് ഭയങ്കര ഇഷ്ടവുമായിരുന്നു. ഇതിൽ നിന്ന് ആർക്കും സ്കിൻ അലർജിക്ക് ഒരു സാധ്യതയില്ല. ഓഹോ, എന്ന് വെച്ചാ ഈ വീട്ടില് ഞാൻ പറയുന്ന വാക്കിന് ഒരു വിലയില്ലാന്നർത്ഥം. ഇതെല്ലാം മദറിൻലോ ബാലമ്മയെ പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും. എവിടെ മദറിൻലോ? ഞാൻ തന്നെ റൂമിൽ പോയി ചോദിക്കാം കാര്യങ്ങള്. രേഖ വേണ്ട. എന്തിനാ താൻ ഇങ്ങനെ നടന്ന് ഒച്ച വയ്ക്കുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ശ്രീലക്ഷ്മി ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന്. വന്ന് കയറിയ ഉടനെ വീണ്ടും തുടങ്ങിയല്ലോ. ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി. ആ പേര് കേട്ട് കേട്ട് എന്റെ ചെവിയുടെ ഡയഫ്രം വരെ അടിച്ചുപോയി. എല്ലാവരും കൂടി അവളെ അങ്ങ് പൂജിക്ക. എന്റെ വാക്കിന് മാത്രം ഇവിടെ യാതൊരു വിലയുമില്ല. വീട്ടിലെത്തിയ പിന്നെ ഇവിടെ ഫോൺ എവിടെ കൊണ്ടേ കളയുമെന്തോ. മെസ്സേജിന് റിപ്ലൈ ഒക്കെ എന്താ ഇത്ര താമസം? ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഞാൻ പറഞ്ഞില്ലേ സരോജം, മോള് പതുക്കെ പതുക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് തന്നെ വരുമെന്ന്. നമ്മൾ അല്പം കാത്തിരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. നിങ്ങൾ എപ്പ പറഞ്ഞു? എനിക്ക് ഓർമ്മയില്ലല്ലോ.
ഓ എന്റെ പൊന്നു പെണ്ണുമ്പിള്ളേ, നിനക്കല്ലെങ്കിൽ ഏത് കാര്യം ഓർമ്മയുള്ളത്? അല്പം മുമ്പല്ലേ ഞാൻ നിന്നോട് ഇത് പറഞ്ഞത്, പൊട്ടിക്കാളി. നിങ്ങൾ ഇങ്ങനെ പലതും പറയും മോളെ. നീ അച്ഛൻ പറയുന്ന വിശ്വസിക്കണ്ട കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത്ര തന്നെ. അങ്ങനെയൊന്നുമല്ല മോളെ. മുൻപൊക്കെ കല്യാണ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ മോൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മോള് തന്നെ കല്യാണത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോ മോള് വളർന്നു വലുതായി എന്നർത്ഥം. എന്താ സരോജം, അതല്ലേ അതിന്റെ ശരി? ദേ ശ്രീടച്ച, നിങ്ങളൊന്ന് ചുമ്മാതിരിക്കോ. കൊറേ നാളായി ദേ ചക്കനെ കൊണ്ടുവരുന്നു എന്ന് തമാശ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ തമാശയാണ് പറയുന്നെന്ന് ആര് പറഞ്ഞു? നീ നോക്കിക്കോ, ആദ്യം ഞാൻ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ ഒരു ഇന്റർവ്യൂ നടത്തും. അതിലവൻ പാസ്സായ അപ്പ ഓക്കെ പറയും ഞാൻ. എന്റെ വക ഡബിൾ ഓക്കെ. അത് കൊള്ളാലോ. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. എന്ത് ഇന്റർവ്യൂ നടത്താൻ പോകുന്നെന്ന്? ആദ്യം എന്റെ മോൾക്കൊരു കാലുവേദന വന്നാൽ അത് തടവി കൊടുക്കാനുള്ള മനസ്സ് അവനുണ്ടോന്ന് ഞാൻ ചോദിക്കും. അതിനവൻ സമ്മതിച്ചാൽ അവൻ എന്റെ മോളെ പൊന്നുപോലെ നോക്കുമെന്നർത്ഥം. ആ ഒരൊറ്റ ചോദ്യം മതി, പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കില്ല. എന്റെ മോളെ സന്തോഷത്തോടെ കൈപിടിച്ച് ഞാൻ അവനെ ഏൽപ്പിക്കും, അത്ര തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. നീ നിന്റെ അച്ഛന്റെ വാക്ക് കേൾക്കുകയാണെങ്കിലേ ഏതെങ്കിലും മസാജ് സെന്ററിൽ പോയി വേണം പയ്യനെ തപ്പിയെടുക്കാൻ. നിനക്ക് വട്ടാണ് സരോജം. ഞാൻ ചക്കെന്ന് പറയുമ്പോ നീ ചുക്കെന്ന് കേട്ടാണ് മനസ്സിലാക്കുന്നത്. അതെ അതെ, വട്ട ആർക്കാണെന്ന് ഇപ്പൊ മനസ്സിലായി. നിങ്ങക്ക് വെറും വട്ടല്ല, മുഴുവട്ട. കെട്ടാൻ പോകുന്ന പയ്യൻ എങ്ങനെ ഇരിക്കണമെന്ന് പെണ്ണിന്റെ അച്ഛൻ മാത്രം അഭിപ്രായം പറഞ്ഞാ പോരാ, പെണ്ണ് വേണം അഭിപ്രായം പറയാൻ. അതുകൊണ്ട് മോളോടുകൂടി ചോദിക്കും മനുഷ്യ, അവള് പറയട്ടെ അവളുടെ അഭിപ്രായം. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. ആ മോൾ എന്ത് പറയുന്നു അഭിപ്രായം? പറയൂ മോളെ, എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അയ്യോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും അറിഞ്ഞൂടാ അച്ഛാ. പറയ് ചക്കരെ, പറയ്, വാ തുറന്ന് പറയ്. രവിചന്ദ്രവർമ്മനെ പോലെ ഒരാള് വേണമെന്ന്. പിന്നെ പറയാണെങ്കില് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോ നമുക്കൊരു വിശ്വാസം ഉള്ളിലുണ്ടാവണം. അതാണ് ഫസ്റ്റ്. ഇനിയെങ്കിലും തിരുത്താൻ ശ്രമിച്ചൂടെ? സമയമുണ്ടല്ലോ. ഈ ബന്ധം അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക്. നിനക്കുള്ളതല്ലത്, നിനക്കുള്ളതല്ല.
സാറിന് എന്നെ വിട്ടാൽ വർമ്മൻ ഗ്രൂപ്പ് എന്ന വലിയൊരു ലോകമുണ്ട്. പക്ഷേ ഈ ശ്രീലക്ഷ്മിയുടെ ലോകം രവിചന്ദ്രവർമ്മൻ മാത്രം. എന്നും എപ്പോഴും ഞാനുണ്ടാവും കൂടെ. Yes! ഇല്ല, അവൾ എന്റെ പെണ്ണ്. ഞാൻ വാക്കു പറഞ്ഞ് മോതിരോട്ട് ഉറപ്പിച്ച പെണ്ണ്. എനിക്കവളെ വേണം. അതിനു വേണ്ടത് നൈരാശ്യമല്ല, ഉത്സാഹമാണ്. സ്വയം ചേഞ്ച് ചെയ്യാനുള്ള ഉത്സാഹം. യെസ്. യെസ്. ഇവളെന്താ ഇങ്ങനെ? നല്ല രസമുണ്ടല്ലോ കാണാൻ. എന്താ ശ്രീകുട്ടി ഇന്ന് ഇങ്ങനെ? നിങ്ങളുടെ ഓഫീസില് ഇന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എന്തെങ്കിലും ഉണ്ടോ? ചേച്ചി, അത്ര ബോറാണോ എന്നെ കാണാൻ? നോ 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 നോ, നിന്നെ കാണാൻ സൂപ്പർ അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഓഫീസില് എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടോന്നാ. ഇന്നാള് കുഞ്ഞമ്മ പറഞ്ഞല്ലോ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ അതിന്റെ പേര്? ആ, എത്നിക് ഡേ. ഇത് അതൊന്നും അല്ല മായേച്ചി. അവിടെ അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഇല്ലെന്ന്. പിന്നെന്തിനാ സാരി എടുത്തോണ്ട് പോന്ന്? ഇന്ന് മലയാളം 1-ാം തീയതി ഒന്നുമല്ലല്ലോ. ഷെടാ, ഇതെന്തൊരു കൂത്ത്. ഈ ലോകത്ത് എനിക്കൊരു സാരി ഉടുക്കാനും പാടില്ലതായോ? ഏയ്, അങ്ങനെയൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. നിന്നെ ഇങ്ങനെ കണ്ടിട്ട് വലിയൊരു സ്ത്രീയെ പോലെ തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. ആണോ? പ്രായം കൂടുതൽ തോന്നിക്കുന്നുണ്ടല്ലേ? സൂപ്പർ, അതാണ് എനിക്ക് വേണ്ടിയിരുന്നതും. പ്രായം കൂടുതൽ തോന്നിക്കുന്നത് സൂപ്പർ എന്നോ? എന്റെ ഈശ്വര, ഈ പെണ്ണിന് തലയ്ക്ക് ഓളം കയറിയെന്നാ തോന്നുന്നേ. അന്ന് എനിക്ക് തന്നോട് ദേഷ്യം തോന്നിയതിന്റെ കാരണം എന്താണെന്നറിയോ? താനല്ലാതെ മാറിയെന്നുള്ളത്. ഇന്നിതാ നോക്ക്, ഞാനും അത് തന്നെ ആവർത്തിച്ചു. ജസ്റ്റ് ഫോർ എ സില്ലി റീസൺ. സാറിന് അങ്ങനെ തോന്നുന്നോ? അബ്സല്യൂട്ട്ലി. യഥാർത്ഥ പ്രണയത്തിൽ കൃത്രിമത്വം പാടില്ല ശ്രീലക്ഷ്മി. നമ്മൾ തന്നെ ആയിരിക്കണം. പരസ്പരമുള്ള തിരിച്ചറിയലാണ് യഥാർത്ഥ പ്രണയം. തനിക്ക് വേണ്ടിയുള്ള ആൾ ഞാനാണെന്നും എനിക്ക് വേണ്ടിയുള്ള ആൾ താനാണെന്നുമുള്ള നമ്മുടെ തോന്നൽ, അതാണ് പ്രണയം. അല്ലാതെ താൻ എന്റെ പിന്നാലെ 10 വർഷം നടന്നു എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ തന്നെ ഞാൻ 15 വർഷം മനസ്സിൽ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രണയം പരസ്പരമുള്ള കണ്ടെത്തലാണ്, പരസ്പരമുള്ള തിരിച്ചറിയൽ. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഷോ. ഇറ്റ്സ് എ റെക്കഗ്നിഷൻ ഓഫ് ഇന്നർ ബ്യൂട്ടി.
ഇതൊക്കെ മാഡത്തിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് മാഡം. എല്ലാവരും മാഡത്തിനെ പോലെ ചിന്തിക്കണമെന്ന് വാശി പിടിച്ചാൽ നടക്കില്ല. നമ്മുടെ രവിവർമ്മൻ സാറിന് ഇപ്പം 45 വയസ്സ് കഴിഞ്ഞു. സാറിന്റെ ലൈഫിൽ എന്താണോ നഷ്ടപ്പെട്ടിരുന്നത് അതിപ്പോ തിരികെ കിട്ടിയെന്നാ എനിക്ക് തോന്നുന്നത്. അതിന്റെ സന്തോഷമാ സാറിന്. സത്യം പറഞ്ഞ സാറ് സന്തോഷവാനാണെങ്കിൽ നമ്മളും അത് കണ്ട് സന്തോഷിക്കുകയല്ലേ മാഡം വേണ്ടത്? പകരം സാറിനെ അടുത്തറിയാവുന്ന മാഡം പോലും ഇങ്ങനെ ഇടം തിരിഞ്ഞു നിൽക്കുന്നത് ന്യായമാണ്? മാഡം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സാന്ദ്ര മാഡം നല്ലൊരാളാണ്. വളരെ സന്മനസ്സുള്ള നല്ലൊരു സ്ത്രീ. മാഡത്തിന് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം മാഡം ഒന്ന് റിലാക്സ് ചെയ്യ്. ബി കൂൾ പ്ലീസ്. ഞാൻ അല്പം കഴിഞ്ഞ് വരാം. രവിവർമ്മൻ സാറ് നമ്മുടെ ബോസാണ്, നമ്മുടെ അന്നദാതാവ്. അദ്ദേഹം സന്തോഷവാനായിരിക്കണം. അതാണ് നമ്മുടെ ധർമ്മം. That's all. ഓഫ് കോഴ്സ് രവിവർമ്മൻ സാർ, സാറ് സന്തോഷമായിട്ടിരിക്കുന്നതിൽ ഐ എം സോ ഹാപ്പി. പക്ഷേ സാറിന്റെ സന്തോഷത്തിന്റെ കാരണക്കാരി അവളാണെന്ന് ചിന്തിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. Bloody stupid. അവളെക്കാൾ എത്രയോ ഉയരെയാണ് രവിവർമ്മൻ സാറ്. അവൾക്കൊരിക്കലും സാറ് മാച്ച് ആവില്ല, ഒരിക്കലും. അവർക്ക് രണ്ടാൾക്കും അതേപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് കഷ്ടം. എന്നാലും രാജാറാം സാർ പറയുന്നതിൽ പകുതി ഞാൻ അംഗീകരിക്കുന്നു, രവിവർമ്മൻ സാറിന്റെ ക്ഷേമം. പക്ഷേ അവൾ അങ്ങനെ സന്തോഷിക്കുന്നത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. അവളുടെ നാശം എന്നെ കൊണ്ടാ. ഈ സാൻഡ്രയുടെ ധർമ്മം അതാ, രവിവർമ്മൻ സാറിന്റെ സന്തോഷം. പക്ഷെ ശ്രീലക്ഷ്മിക്ക് ഞാൻ സങ്കടമേ വിധിക്കൂ. സങ്കടം. ഞാൻ എന്റെ വളയോ കമ്മലോ മറ്റോ പണയം വെക്കാൻ തരണോ? കാൽപ്പനും കാലരക്കപ്പാവനും ഒക്കെ ഉള്ളൂ. നീയൊന്നും മിണ്ടാതിരി, എല്ലാം ശരിയാവും. ചെറിയ ആക്സിഡന്റ് പറ്റിയപ്പോ ഇത്രയും കാശ് ചെലവായി. പ്രതീക്ഷിക്കാതെ ഇതുപോലെ ഓരോരോ ചെലവുകൾ വരുമ്പോഴാ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മുതല് ആരോഗ്യം അല്പം കൂടി ശ്രദ്ധിക്കണമെന്ന് തോന്നണം. എന്നും ചെറിയ ചെറിയ വ്യായാമമൊക്കെ ചെയ്യണം. യോഗയും നല്ലതാ. എനിക്ക് വേണ്ടി മോളുടെ കയ്യിൽ നിന്ന് 5 പൈസ ചെലവാക്കാൻ പാടില്ല. അവളുടെ ശമ്പളമെല്ലാം അവളുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ. നമ്മുടെ ചെറിയ സമ്പാദ്യവും അവളുടെ കല്യാണത്തിന് വേണ്ടി എടുക്കാൻ ഒന്നും പാഴിൽ കളയാനില്ലെന്നർത്ഥം. ഒരു നേരത്തെ കവറുപാല് വേണ്ടെന്ന് വെച്ചാ 23 രൂപ ലാഭിക്കാം. പല 23 ഒടുവിൽ 23,000 ആകുന്നത്. അപ്പൊ നമുക്കതൊരു മുതലായിട്ട് തോന്നും. എന്തോന്നാ ശ്രീയുടെ ചെയ്തൊക്കെ ഓരോന്ന് പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തുവാണല്ലോ. തലയിൽ ഒരു പാറക്കല്ല് വന്ന് വീണാലും ചിരിച്ചോണ്ടിരിക്കുന്ന ആളാ. വെറുതെ ഇപ്പൊ ഇങ്ങനെ ഓരോന്നാലോചിച്ച് BP കൂട്ടണ്ട. അസുഖമോ ആക്സിഡന്റോ എന്തെങ്കിലും പറ്റുന്നെങ്കിൽ ഇനി അത് എനിക്ക് പറ്റട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. ശ്രീയുടെ അച്ഛൻ ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. എന്താടി നീ പറയുന്നേ? കടയിൽ പോകുന്ന വഴി എന്നെ കരയിപ്പിക്കാനാണോ? കണ്ടോ നിങ്ങൾക്ക് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്ന രീതി വർത്താനം പറയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് കരച്ചിലായി. ശരി, ഇനി ഈ വക സംസാരം വേണ്ട നമുക്ക്. മോളുടെ കല്യാണം കഴിയുന്നവരെ നമുക്ക് രണ്ടാൾക്കും ഒന്നും സംഭവിക്കില്ല. എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ ഞാൻ. മോളോട് നമ്മുടെ വിഷമമൊന്നും പറയാതിരുന്നാ മതി. അത് ശ്രദ്ധിച്ചാ മതി. അവളെന്നും സന്തോഷത്തോടെ അവളുടെ ലോകത്ത് ജീവിക്കണം. ഇന്നാണെങ്കി അവൾ ഒരുങ്ങിപ്പോയപ്പോ ഒരു കല്യാണ പെണ്ണിനെ പോലെയാ എനിക്ക് തോന്നിയത്.
ആ നജീബ്, യെസ് മാഡം. എന്റെ ക്യാബിനിൽ കുടിക്കാൻ വെള്ളമില്ലല്ലോ. ഒരു മിനിറ്റ് മാഡം, സാറിന് ഈ ഫയലൊന്ന് കൊടുത്തോട്ടെ, ഇപ്പൊ ചെയ്തോളാം. അല്ല, ഈ ഫയലല്ലേ എന്നെ കൊണ്ട് തൊടിയിക്കാതെ ശ്രീലക്ഷ്മി കൊണ്ടുപോകണമെന്ന് സാറ് വിലക്കിയത്? എന്താ നജീബിന്റെ കയ്യിൽ കൊടുത്തുവിടുന്നത്? ആ ശ്രീലക്ഷ്മി, എത്ര ഐശ്വര്യമുള്ള പേര്. തന്റെ പേരിൽ മാത്രമല്ല, തന്റെ സാമീപ്യം തന്നെ ചുറ്റും ഐശ്വര്യം പടർത്തുക. നിന്റെ ഈ പേര് എന്റെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ സമ്മതം തന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി. യെസ്, ഒരു റിപ്ലൈ എഴുതിക്കളാം. നജീബിക്ക, ഇത് രവിവർമ്മൻ സാറിന്റെ കയ്യിൽ കൊടുക്കണം, അർജന്റാ. ശരി ശരി മാഡം. അവളുടെ ഒരു പൗർണമി തൊഴല്. ഇത് എന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ സാറിന്റെ കാര്യമാണ് കഷ്ടം. എന്താ കോളേജ് ക്യാമ്പസ് ആണെന്നാണോ കരുതിയത് രണ്ടാളും? ഇനിയിപ്പോ രവിവർമ്മൻ സാർ അവളുടെ താളത്തിനൊത്ത് തുള്ളിയാലും ഞാനതിന് സമ്മതിക്കില്ല. ഐ കാന്റ് ലെറ്റ് ഹിം ഡു ഓൾ ദീസ് സ്റ്റുപ്പിഡിറ്റി. ഇന്ന് 6 മണിക്ക് രവിവർമ്മൻ സാർ എങ്ങും പോവില്ല. അതിനുള്ള വഴി ഈ സാൻഡ്രയ്ക്ക് അറിയാം. ആന്റി, ശ്രീലക്ഷ്മി ഓഫീസിൽ നിന്ന് വന്നായിരുന്നോ? വന്നല്ലോ. എന്താടി? യമുനയ്ക്ക് ടെക്നോ പാർക്കിൽ നിന്നൊരു ഇന്റർവ്യൂ കാർഡ് വന്നായിരുന്നു. അവിടെ ആ ഓഫീസിൽ ആരെങ്കിലും ശ്രീയച്ചിക്ക് പരിചയമുണ്ടെന്ന് ചോദിക്കാനാ. അവള് അകത്തുണ്ട്. എന്തോ അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞ് കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്ക. ശ്രീയച്ചി, ആഹാ, എന്താ രണ്ടുപേരും കൂടെ? മൈക്രോ ടെക്നോ സൊല്യൂഷൻസിൽ നിന്ന് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. എവിടെ നോക്കട്ടെ. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ സർ. സർ, വേൾഡ് എക്കണോമിക് ഫോറം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കമ്പനിയുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്,
യെസ് സെൻട്ര, ഞാനത് പറയാൻ വിട്ടുപോയതാ. നമ്മുടെ പാർട്ടിസിപ്പേഷന്റെ ഫോർമാലിറ്റീസ് എല്ലാം ഇപ്പൊ തന്നെ തുടങ്ങണം. യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും അതിന്റെ ആക്ടിവിറ്റീസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെയും വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്താലോ? ഞാൻ തന്നെ ഈ കാര്യം ബ്രീഫ് ചെയ്തോളാം. ഓഫ് കോഴ്സ് സർ, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ഇവിടെയുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ശ്രീലക്ഷ്മി മാത്രം നേരത്തെ ഓഫീസിൽ നിന്ന് പോയി. ശ്രീലക്ഷ്മി പോയോ? ഒരു മെസ്സേജ് ഇവിടെ അയച്ചിട്ടില്ലല്ലോ. ഓ മൈ ഗോഡ്, സമയം 6:30 കഴിഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. ചിലപ്പോ നമ്മൾ രണ്ടാളും മീറ്റിംഗിലായതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി അവിടെ പോയതായിരിക്കും. എനിവേ, നോ ഇഷ്യൂസ്. താൻ ഒരു കാര്യം ചെയ്യും, ഇതിനെ സംബന്ധിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനും ഒരു മെയിൽ അയക്കുക. നമുക്ക് നാളെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്താ പോരെ? അയ്യോ സർ, സർ നേരത്തെ പോവാണോ? ആക്ച്വലി 6:30 now. എന്തുറ്റി സെൻട്ര, വേറെ എന്തെങ്കിലും വർക്കുണ്ടോ ചെയ്തു തീർക്കാൻ? ഐ എം നോട്ട് ഷുവർ സർ. എനിക്കിത് സാറിനോട് പറയാമോ പറയാൻ പാടില്ലേ എന്നൊന്നും അറിയില്ല. ആക്ച്വലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓ, ഒരിക്കൽ പറഞ്ഞപ്പോ സാർ അതത്ര മൈൻഡ് ചെയ്തില്ല. അതാ വീണ്ടും പറയാൻ ചെറിയൊരു ഡെലിക്കസി. അതെന്താ കാര്യം? തുറന്നു പറയൂ. ഒഫീഷ്യൽ കാര്യം പറയുന്നതിന് എന്താ എനിക്ക് ഇത്ര വിഷമോ? Come on, tell me. Sandra, താൻ ഇതുവരെ കാര്യം പറഞ്ഞില്ല. അത് മറ്റൊന്നുമല്ല സർ. ഏകദേശം 1 വർഷമായി നമ്മുടെ മന്ത്ലി മീറ്റിംഗ് നടന്നിട്ട്. ദാറ്റ്സ് വെരി റോങ് ഐ തിങ്ക്. ആക്ച്വലി സാറിന് അറിയാമല്ലോ, ഞാൻ തയ്യാറാക്കുന്ന ഷെഡ്യൂളിൽ എന്തെങ്കിലും മാറ്റം വന്നാ ഞാൻ അപ്സെറ്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ സാറിനോട് പറയേണ്ടതില്ലല്ലോ നമ്മുടെ മന്ത്ലി മീറ്റിംഗ് മുടങ്ങുന്നതില് ഞാൻ എത്രമാത്രം ഡിസപ്പോയിന്റഡ് ആണെന്ന്. സർ, ഈ 1 വർഷത്തിനുള്ളിൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കമ്പനി മാറ്റേഴ്സിൽ എനിക്ക് എന്റേതായൊരു സ്ഥാനം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓഫ് കോഴ്സ് സാൻഡ്ര, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ജോലിയുടെ കാര്യത്തിൽ തനിക്ക് പകരം വെക്കാൻ ഈ കമ്പനിയിൽ മറ്റാരുമില്ല. ദാറ്റ്സ് എ ഫാക്ട്. ആൻഡ് ഐ ഓൾവേസ് ട്രൈ ടു ഫോളോ യുവർ മോഡ് ഓഫ് ഓപ്പറേഷൻ. താങ്ക് യു സർ. അങ്ങനെയാണെങ്കിൽ മുമ്പത്തെ പോലെ മന്ത്ലി മീറ്റിംഗിന് ഇന്ന് എന്നോടൊപ്പം സർ ജോയിൻ ചെയ്യണം. Can you do that now? സർ, പെട്ടെന്ന് എന്തോ കൺഫ്യൂഷനിലായെന്ന് തോന്നുന്നു. സർ മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞില്ലേ എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു സമയം വരുമ്പോ ചോദിക്കാവുന്ന. ആ സമയം ഇപ്പോഴാണെന്ന് കരുതിക്കൊള്ളൂ സർ. യു ഷുഡ് കം വിത്ത് മീ ഫോർ ദിസ് മന്ത്ലി മീറ്റിംഗ് പ്ലീസ്. തന്നെ നിരാശപ്പെടുത്തുന്ന എനിക്ക് ഇഷ്ടമല്ല സാൻഡ്ര, പക്ഷെ ഇന്ന് നടക്കില്ല. ശ്രീലക്ഷ്മി, താൻ പറഞ്ഞത് എനിക്കിപ്പോ അനുഭവത്തിൽ വന്നിരിക്കുന്നു. രാവിലെ എത്തിയാലുടൻ നിന്റെ ഐശ്വര്യമുള്ള മുഖം കാണുമ്പോഴാണ് എന്റെ മനസ്സിൽ സന്തോഷം നിറയുന്നത്. അപ്പോഴാണ് വർക്ക് ചെയ്യാനുള്ള അസാധാരണമായ ഊർജം കിട്ടുന്നതും. നിന്നെ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. എത്തിയാലുടൻ എന്നെ വന്ന് കാണണം എന്ന് നിന്റെ വിശ്വസ്തൻ. എന്റെ കരിക്കൊത്തിയമ്മേ, എന്താ ഞാനീ കാണുന്നത്? പ്രേമലേഖനോ? ചിലത് പറഞ്ഞപ്പോ ശ്രീയുടെ അച്ഛൻ എന്റെ വായടുപ്പിക്കാൻ വന്നു. ഇപ്പൊ ദാ കണ്ടില്ലേ? എനിക്കറിയായിരുന്നു അവളുടെ കാര്യത്തിൽ എന്തോ ചുറ്റിക്കളി നടക്കുന്നുണ്ടെന്ന്. ഇതിപ്പോ മായയോട് പറയാന്ന് വെച്ചാ എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയില്ല എന്താ നടക്കുന്നതെന്ന്. ഇനി എന്ത് ചെയ്യേണ്ടി ഈശ്വര?
ചിലപ്പോ ഈ എഴുതിയവനെ കാണാനായിരിക്കും മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി കെട്ടി അമ്പലത്തിൽ പോണെന്നും പറഞ്ഞു പോയത്. ഇതിപ്പോ 2 എണ്ണം അമ്പലത്തിൽ വെച്ച് കൂടിക്കഴിച്ച് ഉറപ്പാ. എങ്ങനെയാ ഇപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നേ? കുഞ്ഞന്വേഷിക്കുകയാണെങ്കിൽ ഉറങ്ങിയെന്ന് പറയാൻ പറഞ്ഞു. ഓ അയ്യോടാ, ഇത്ര നേരത്തെ ഉറങ്ങുമെന്ന് വിചാരിച്ചില്ലല്ലോ. അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഹേയ്, ഒന്നുമില്ല കുഞ്ഞെ, സുഖമായിരിക്കുന്നു. ഇടയ്ക്ക് വലിയമ്മാവിന്റെ വീട്ടിലൊന്ന് പോണമെന്ന് പറയുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ സപ്താഹം നടക്കുക. ഓ, ഇന്ന് ഇവിടെയും ചിലര് വന്നിരുന്നു. വലിയ ചിലവാണ്, സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അമ്മ കൈ നിറയെ കൊടുത്താണല്ലോ. ദൈവത്തിനല്ലേ കുഞ്ഞെ, അങ്ങോട്ട് കൊടുത്താ ഇങ്ങോട്ടും കിട്ടുമെന്ന് കരുതിയാ മതി. എതിർക്കുന്നില്ല, പക്ഷെ അവിടെ കൊടുക്കുന്നതിന്റെ പകുതിയെങ്കിലും വല്ല അനാഥശാലയിലും കൂടെ നൽകുന്നത് നന്നായിരിക്കുമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. ആ അത് പോട്ടെ, എന്നത്തെയും പോലെ ലേറ്റായി വന്ന അമ്മയെ കാണാൻ പറ്റില്ല എന്നാ ഞാൻ വിചാരിച്ചത്. അതാ നേരത്തെ വീട്ടിൽ വന്നത്. പക്ഷേ സാരല്ല, നാളെ കാണാം. ശരി ബാലമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കുഞ്ഞെ. ഒരു അറ്റംപ്റ്റ് ഫെയിലിയറായി. ഇനി അമ്മയ്ക്ക് എപ്പോ എന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നു അപ്പൊ സംസാരിക്കട്ടെ. ഞാൻ എന്തായാലും ഡിസ്റ്റർബ്. എന്തായാലും ഇത് കഴിച്ചെന്റെ മനസ്സ് നിറഞ്ഞു. നീ നോക്കിക്കോ സരോജം, നമ്മുടെ മോളെ കെട്ടാൻ പോകുന്നവൻ മഹാഭാഗ്യവാനായിരിക്കും. വായിക്ക് രുചിയായിട്ട് നല്ല ഭക്ഷണം കഴിക്കാലോ. കഴിക്കാം. അവക്കേ നല്ല വരുമാനമുണ്ട്, അതുകൊണ്ട് ചെലവാക്കാൻ വിഷമം ഉണ്ടാവില്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനെയാണോ? എല്ലാ മാസവും നിങ്ങളെ കണക്കേൽപ്പിക്കണം. അരി എത്ര, പയറെത്ര. അത് കേൾക്കുമ്പോ ഈ ചിരിയും കളിയൊന്നും മുഖത്ത് കാണാറില്ലല്ലോ ഞാൻ. ഇനി ഞാൻ കറക്റ്റായിട്ട് കണക്ക് നോക്കിക്കോളാം. ഏതായാലും മോളോട് കാശധികം ചെലവാക്കി ശീലിക്കണ്ടെന്ന് നീ പറയണം. എപ്പോഴും ആവശ്യത്തിന് കയ്യിൽ കുറച്ച് കാശ് മെച്ചം ഉണ്ടാകുന്നത് നല്ലതാ. നാളെ ഭർത്താവിന്റെ മാത്രം ചെലവിൽ ജീവിക്കേണ്ട ഒരവസ്ഥ മോൾക്ക് വരരുത്. പെൺകുട്ടികളുടെ കയ്യിൽ അല്പം സമ്പാദ്യം ഉണ്ടെങ്കിൽ അത് അവർക്ക് നൽകുന്ന ധൈര്യം വേറെ ഒന്ന് തന്നെയാ. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ വീട്ടിലെ ഉപ്പുമാവിന് അണ്ടിപ്പരിപ്പും മുന്തിരിയോ ഒന്നും വേണ്ട, സാധാ ഉപ്പുമാവ് മതി. എന്ന് വെച്ച് ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനൊക്കെ ശകലം ആർഭാടാവാം, അത് കുറയ്ക്കണ്ട. അതെ, നിങ്ങൾ ഈ തുണിക്കടയിലെ പണി മതിയാക്കിട്ടെ വല്ല ഉപദേശിയായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ദാ അവിടെ മലക്കറി വാങ്ങാനുള്ള ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ അത് ഓണത്തിന് വാങ്ങിയാൽ മതിയെങ്കിൽ അങ്ങനെ മതി. ഞാനേ വെറും അരി വേവിച്ചു വന്നോളാം. ഡീ, ചോറൊക്കെ എടുത്ത് ബാഗിൽ വെച്ചോ. വച്ചമ്മേ. അമ്മേ, ആ ലിസ്റ്റിംഗ് താ, ഞാൻ വരുമ്പോ മലക്കറി വാങ്ങിച്ചോണ്ട് വരാം. അച്ഛനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ കാരണം സാറിന് എന്താ ഇവിടെ ബുദ്ധിമുട്ട്? സാറിന് ഞാൻ കാരണം എന്തോ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. എന്ത് ബുദ്ധിമുട്ടാ സാറിന്? പറയൂ സാർ, ഞാനും കൂടി നേരിട്ട് കേൾക്കട്ടെ. എന്താണ് സാറിന്റെ പ്രോബ്ലം എന്ന്? ഞാൻ തോൽക്കാൻ തയ്യാറാ, എത്ര തവണ വേണമെങ്കിലും തോൽക്കാം. പക്ഷെ ഒരു റിക്വസ്റ്റ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞയക്കരുത്. എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്നോട് പറഞ്ഞാ മതി, ഡയറക്റ്റ് ആയിട്ട്. അത് താൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തന്നെ എനിക്ക് ശീലവും. ഐ ഡോണ്ട് ഹാവ് എനി മീഡിയേറ്റേഴ്സ് ഹിയർ. തെറ്റ്. യു ഹാവ് എ മീഡിയേറ്റർ ഹിയർ ആൻഡ് ഹർ നെയിം ഇസ് സാന്ദ്ര, വൈസ് പ്രസിഡന്റ് ഓഫ് വർമൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. What the hell are you talking? I am talking sense. സാന്ദ്ര മടി ഇപ്പൊ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ രവിവർമ്മൻ സാറിന് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്ന്. എന്ന് സാൻഡ്രോ എന്ന് തന്നോട് പറഞ്ഞു? ആ പറഞ്ഞു. എന്നിട്ട് താനത് വിശ്വസിച്ചു? വിശ്വസിച്ചു. അതാ ഇവിടെ വന്ന് ചോദിക്കുന്നത്. എന്നാ ആ വിശ്വാസം തെറ്റ്. ഞാൻ സാൻഡ്രയെ തന്നോട് പറയാനായി ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അവൾ ഓവർ സ്മാർട്ട് കളിക്കുന്ന, നമ്മൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകും. അതുകൊണ്ട് അവർക്കുള്ള നേട്ടം അത് അവളോട് തന്നെ ചോദിക്കുക. അപ്പൊ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ ഞാൻ സാറിനെ ഹേർട്ട് ചെയ്തിട്ടില്ല? ഉണ്ട്.
താൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. രാവിലെ വന്നാലുടനെ താൻ എന്നെ വന്ന് കാണണം. സാധിച്ചില്ലെങ്കിൽ മെസ്സേജോ കോളോ ഞാൻ പ്രതീക്ഷിച്ചു. ഒന്നും വന്നില്ല. തന്നെ ഞാനിവിടെ കാത്തിരിക്കായിരുന്നു ഇത്ര നേരം. എത്ര നേരം? 10 മിനിറ്റ്, 20 മിനിറ്റ്, അതോ അരമണിക്കൂറോ? എന്നാൽ ഇന്നലെ ഞാനും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 10-20 മിനിറ്റ് അല്ല, മണിക്കൂറുകള്. വരാമെന്ന് വാക്ക് തന്ന സാറ് വന്നില്ല. അവിടെ ഞാൻ എവിടെ വരാന്ന് വാക്ക് പറഞ്ഞു? അമ്പലത്തില്. അല്ലാതെ എവിടെ? ഇന്നലെ അമ്പലത്തിലോ? അങ്ങനെയാണെങ്കിൽ തനിക്കത് എന്നോട് പറയായിരുന്നില്ലേ ഞാനും അമ്പലത്തിൽ വരണം?